രാഹുൽ രാജിവെക്കും, കേക്കച്ചൻ പാലക്കാട് മത്സരിക്കും. കോൺഗ്രസിന്റെ നിലപാട് മുഴുവൻ മൊത്തത്തിലെടുത്ത് നിക്കറിനകത്ത് വെച്ച് നിൽക്കുന്ന കേക്കച്ചനോട് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നു, ഡാ കേക്കച്ച, പിണറായിയുടെ കുറ്റിച്ചൂലേ, നീ ഇത്രയും കട്ടയ്ക്ക് നിലപാടൊക്കെ എടുത്തുവല്ലോ, നിന്റെ കിണ്ടിക്ക് ഉറപ്പുണ്ടേൽ രാഹുലിനെ രാജിവെപ്പിച്ച് നീ ജയിക്കേണ്ട, അതിനുള്ള ശേഷി നിനക്കില്ലെന്നറിയാം. അതുകൊണ്ട് ആ കെട്ടിവെച്ച കാശ് തിരിച്ചു പിടിച്ചാൽ ഞങ്ങൾ ജനങ്ങൾ 10 കോടി രൂപ നിനക്ക് പിരിച്ചു തരും. ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ നിന്റെ കിണ്ടിക്ക് ഉറപ്പുണ്ടേൽ പറയുക എന്ന്. പിണറായിയുടെ അച്ചാരം വാങ്ങി അതിൻ്റെ അഡ്വാൻസ് ദുബായിൽ പോയി വാങ്ങിയ കേക്കച്ചനെ വനവാസത്തിന് വിടുവാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും സകല ജനങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇവനെ വനവാസത്തിന് വിട്ട ശേഷം മാത്രമേ ഇനി കേരളത്തിലെ ജനങ്ങൾ വിശ്രമിക്കൂ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ച, ഒരു ജനതയുടെ പ്രതീക്ഷയായിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെ വഞ്ചിച്ച ഈ കുളയട്ടയെ കൊണ്ട് കാട്ടിലെറിയുവാൻ ഞങ്ങൾ ഇരട്ടി വീര്യത്തോടെ യുദ്ധം ആരംഭിക്കുകയാണ്. ജനങ്ങൾ ആർത്തിരമ്പി വരുമ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റുമോ എന്ന് കേക്കച്ച നീ ഒന്ന് ശ്രമിച്ചു നോക്കുക. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ മിഷൻ 60യുടെ 13ാം ദിനമായ ഇന്ന് കേക്കച്ചനെ വനവാസത്തിന് അയക്കുവാനുള്ള ജനങ്ങളുടെ ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഈ നാട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പറയുവാനുള്ളത് എന്താണെന്ന് നിനക്ക് കേൾക്കണ്ടേ? ചെവി തുറന്ന് കേൾക്കുക. കോൺഗ്രസ് പ്രവർത്തകരായ അമ്മമാരും സഹോദരങ്ങളും നിന്നെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഒന്നുപോലും കട്ട് ചെയ്യരുത്, അതിൻ്റെ പേരിൽ കഴുമരത്തിൽ ഏറേണ്ടി വന്നാലും ഞങ്ങൾ പോകാൻ തയ്യാറാണ് എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് അത് ഞങ്ങൾ പച്ചയ്ക്ക് നൽകുന്നു. കേട്ടാലും നിന്റെ അളിഞ്ഞ നിലപാടിൽ കേക്കച്ച നീ ഉറച്ചു തന്നെ നിൽക്കുക, ഒട്ടും അലുക്കരുത്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഹലോ സാർ, ഞാൻ വടക്കഞ്ചേരിന്ന് ഷാജിദയാണ്. സാറേ, ഇതില് ഇവന്റെ ഈ സതീശന്റെ ചാവി ആ റിനി പറഞ്ഞ അവളുടെ കയ്യിലാണ്. മനസ്സിലായില്ല? ഇവർ രണ്ടുപേരും കൂടെ എന്തൊരു അരുതാത്ത വലിയൊരു ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവള് പറയുന്നത് ഇനി നടക്കുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ ഇനി ഇവൻ എന്താണെങ്കിലും അവള് പറയാതെ ഒന്നും നടക്കില്ല. അതാണ് ഇപ്പൊ ഇതിൽ മെയിൻ പ്രശ്നം വന്നിരിക്കുന്നത്. ഇവനുമായിട്ട് എന്താ ബന്ധം എന്നുള്ളതാണ് ആദ്യം അറിയിക്കേണ്ടത്. ഇവൻ ഇത്രയും വലിയ ഇതാക്കുന്ന നിലപാട് ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ കള്ളപ്പന്നിന്റെ മോൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നു. എടാ പട്ടി സതീശ, നീ ഒരുങ്ങിക്കോ വനവാസത്തിന്. നിന്റെ കൂടും കുടിക്കുകയും തയ്യാറാക്കി നീ വനവാസത്തിന് പോണം. ഞങ്ങൾ കോൺഗ്രസ്സുകാരെ പറയുന്നേ, നീ വനവാസത്തിന് പോയേ പറ്റൂ. രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ വേണ്ട. ഉറച്ചു പറയുന്നു സാറേ, രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് കേരളത്തിൽ വേണ്ട. ഞങ്ങൾ വീട്ടമ്മമാരായി ഞങ്ങൾക്ക് ഇത്ര വേദനയുണ്ടെങ്കിൽ അവൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ച അവന്റെ മനസ്സ് എങ്ങനെ വേദനിക്കും സാറേ? സാർ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവസാനം വാത്സല്യത്തിൽ മമ്മൂട്ടിന്റെ ഗതികേട് വന്നോ എനിക്ക് ഇല്ലേ? പൊന്നുമോനെ, എനിക്ക് ഞങ്ങളുണ്ട് രാഹുലെ, ഞങ്ങളുണ്ട്, എന്നും നിന്റെ കൂടെ ഞങ്ങളുണ്ട് സാറേ. ഇതേ ഒരു അവസ്ഥ CPM-ലാണ് സംഭവിച്ചു പറഞ്ഞ അവര് സംരക്ഷിക്കും സാറേ. എല്ലാരും കൂടെ വട്ടത്തുനിന്ന് അവനെ സംരക്ഷിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഈ കള്ള കഴിവേറിക്ക്, ഈ സതീശൻ പറഞ്ഞ കള്ള കഴിവേറിക്ക് എന്താണ് ഇത്ര ഇത് നിലപാടിന് കുറച്ച് നിൽക്കുക? ഇവന് എവിടെ നിന്ന് കിട്ടിയ സാറേ ഇവനിക്ക് ഈ നിലപാട്? ആരുണ്ടാക്കി കൊടുത്ത നിലപാട്? അവൻ ഇനി രാജ്യസഭ കാണില്ല, ഇനി അവൻ മറ്റേ ഇതിൽ പോവില്ല. അവനിക്ക് ഇനി പ്രതിപക്ഷം, അവൻ മന്ത്രിയാണ് ചെക്കന്നാറി കള്ളപ്പന്നി കഴിവേറുന്ന മകൻ. എന്നെ വന്നിട്ട് അവൻ ഇനി കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസ് പിടിച്ചിട്ട് പോകണമെങ്കിൽ ഞാൻ ഇതേ ചോദ്യം ചോദിക്കും സാറേ. എന്താ ചെയ്യാ സാർ? ഒന്ന് പറയും. ഞങ്ങൾക്ക് വേദന ഉണ്ടാവോ ഇല്ലയോ? അവന്റെ മനസ്സിന് എന്റെ മകന്റെ സ്ഥാനത്തിൽ നിന്നിട്ട് ഞാൻ പറയണ, അവൻ എന്ന് പറയുന്ന MLA അല്ല, അതിലുപരി ഞങ്ങൾക്ക് ഒരു മകനെ പോലെയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവനിക്കല്ലേ പെണ്ണുപിടിയേൻ അല്ലേ സാറേ? ഇതേ വാക്ക് മറ്റു പാർട്ടിക്കാർ പറയണെങ്കിൽ സങ്കടവും. ഇവനിക്ക് എന്താ വാശി? കള്ള കഴിവറുടെ മകനിക്ക് എന്താ ഇത്ര വാശി? ഇവനെ ഇറക്കണം എന്താ ഇവനക്ക് ഇത്ര വാശി? ഇനി ഇവൻ മറ്റേ ഭരിക്കാൻ കേറിയിട്ടും ഇവനിക്ക് സ്ഥാനം കിട്ടിയാലല്ലേ ഇവൻ ആണാവുള്ളൂ അല്ലേ? അവൻ വാശി പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് ഭരണം കിട്ടി ഞാൻ വനവാസത്തിന് പോകുന്നു. എടാ പട്ടി സതീശ, നീ വനവാസത്തിന് പോടാ. അതാണ് നിനക്ക് പറ്റിയ പണി. എന്നിട്ട് അവനിക്ക് ഒരു കുൽക്കൂലണ്ട് അവൻ ടൂർ ദുബായിലേക്ക് ഞാൻ പറയണില്ല സാറേ. സാറാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇത് തരികയാണ്. സാറാണ് മറുവശത്ത് നിൽക്കണമെന്നുള്ള ഒരു ബോധമൊന്നും ചില സമയത്ത് ഉണ്ടായിന്ന് വരില്ല. കൺട്രോൾ തെറ്റിപ്പോവാ സാറേ. മൊബൈൽ നോക്കാൻ കഴിയണില്ല സാറേ. മൊബൈൽ നോക്കാം. 15-ാം തീയതി വരും എന്ന് രാഹുല് 15-ാം തീയതി നിയമസഭയിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ഇരിക്കണം. അപ്പോഴാണ് ഇവന്റെ ഉറച്ച നിലപാട്
ഒന്ന് കയ്യിൽ കിട്ടണമെങ്കിൽ ചെരുപ്പൂരി അങ്ങോട്ട് കൊടുത്തിട്ട് അപ്പൊ തന്നെ ഞാൻ ചാവണമെങ്കിൽ കുഴപ്പമില്ല. ഇവനിക്ക് എവിടെ നിന്ന് കിട്ടി ഇവനിക്ക് അധികാരം? ഇവനിക്ക് എവിടെ നിന്ന് കിട്ടി? ഞങ്ങളെല്ലാവരും കൂടെ കൊടുക്കണം. ജനങ്ങൾ കൊണ്ട് പൊതുജനം കൊടുത്തിട്ടാണ് ഇവൻ അവിടെ കയറ്റിയിരുത്തിരിക്കുന്നത്. ഇവനിക്ക് സ്വന്തം പാർട്ടിയിലുള്ളവന് സംരക്ഷിക്കാൻ കഴിയാത്ത ഇവന്റെ ഇഷ്ടത്തിൽ, ഇവൻ ആരാണ് ഇവന്റെ ഇഷ്ടത്തിൽ ഭരിക്കാനും നിലപാടെടുക്കാനും മറ്റുള്ള ചെയ്യാനും? ഇവന്റെ അപ്പന് തറവാട് സ്വത്ത് പങ്കിട കേസോ മറ്റുള്ള കുടുംബ പ്രശ്നമുണ്ട്, ഇവൻ നിലപാടെടുക്കട്ടെ. ഇത് പൊതുജനങ്ങളുടെ നിലപാട്. ഇവൻ എങ്ങനെ നിലപാട് ഒറ്റയ്ക്ക് എടുക്കും? ഇവനിക്ക് ഒറ്റയ്ക്ക് നിലപാടെടുത്തിട്ട് ഇവൻ ഇത്രയും ഗഡ്സായിട്ട് സംസാരിക്കാൻ ഇവന്റെ ആരാണ് അവള്? സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കേക്ക് ഒരു കേക്കല്ല, പല കേക്ക് പല ഡ്രസ്സിലൂടെയാണ് ഇവൻ കയ്യെ പിടിച്ച് മുറിച്ച് കട്ട് ചെയ്യണത്. അപ്പൊ ഇവനും ഇവളുമായിട്ട് എന്താ ബന്ധം? ഇവനും ഇവളുമായിട്ട് എന്താണ് ഒരു ബന്ധം? അതിലെന്തോ ഒരു ബന്ധം, ഉറച്ചൊരു ബന്ധമുണ്ട്. ഇവനൊരു പൊതുവായിട്ട് നിൽക്കുന്ന ജനങ്ങൾക്കുള്ള ഒരു പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുകയല്ലേ സാറേ. ഇനി എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഇനി അവള് നിലപാട് മറ്റേ ഉമ്മൻചാണ്ടി സാറിന് എങ്ങനെ വന്നു അതേ അവസ്ഥ ഇനി ഇവനക്ക് വരും. ഇവള് സതീശനെ വെച്ച് കളിക്കും. ഇവള് പറയുന്നതൊക്കെ സതീശൻ അനുസരിച്ചില്ലെങ്കിൽ ഇവള് നിലപാട് അവളും മാറ്റും. ഇനിയാണ് VD സതീശൻ പറഞ്ഞ പോടാ സതീശ എന്നാണ്. ആ VD എന്നുള്ളതിന് പോടാന്നാണ് പറയുന്നത്. ഇപ്പോ VD സതീശൻ പറയുമ്പോ നമുക്ക് കോൺഗ്രസ്സുകാർ പറയുമ്പോ ഈ ഇടയിലൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ രോമാഞ്ചം കൊള്ളിരുന്നു രാഹുലൊക്കെ വന്നപ്പോ. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുമ്പോ ലജ്ജ തോന്നുന്നു സാറേ, ലജ്ജ. മതി ഇവന്മാര് കോൺഗ്രസ്സുകാർ ഭരിക്കണ്ട, ഇവൻ കേറണ്ട, കോൺഗ്രസ് വരണ്ട. പിണറായി വിജയനാണ് ഇതിനേക്കാൾ എത്രയും ബെറ്റർ. അവരവരുടെ കൂടെ നിൽക്കുന്നവരെ നന്നായി സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ഇനി നാളെ ഇതുപോലെ തല്ലുകൊണ്ട് ഒരു സ്ഥാനത്ത് മറ്റു യുവ നേതാക്കന്മാർ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു അപരാധമാവാം, മറ്റുള്ളതാവാം, ശരിയാവാം അല്ലെ? അതെന്താണ് സംഭവം എന്ന് അറിയാത്ത മുന്നിൽ ഇവൻ നിലപാടെടുക്കാൻ, ഇവന്റെ വീട്ടിലെ കാര്യം ഇവനിക്ക് ഒറ്റയ്ക്ക് നിലപാടെടുക്കുക. ആ നിലപാടിൽ ഇവനിക്ക് ഉറച്ചു നിൽക്കുക. ഇത് ജനങ്ങളുടെ കാര്യം, ജനങ്ങളെ തെരഞ്ഞെടുത്ത് ഇത്രയും പെണ്ണുങ്ങൾ അവനിക്ക് അനുകൂലമായി നിൽക്കുമ്പോ എന്തുകൊണ്ട് നിന്റെ നിലപാട് മാറ്റില്ല? നിനക്ക് എന്തെത്ര നിലപാടിൽ ഇത്രയും കാര്യമുള്ളത്? എന്റെ പൊന്നു സാറേ, ഞാൻ ഇത്തിരി ഓവറായി പോയി. എന്തെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല സാറേ. ഇതാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത് സഹോദരി പറഞ്ഞൊന്നു മാത്രം. അത് ഒട്ടും കൂടി പോയിട്ടുമില്ല, ഓവറായിട്ടുമില്ല. ഇതൊക്കെ വളരെ ഇത്രയും മാന്യമായ ഒരു കാര്യം പോലും ഇവൻ അർഹിക്കുന്നില്ല സാറേ. അവൻ വനവാസത്തിന് പോണം സാറേ, അവൻ പോണം. അതോടെ ഇവൻ വനവാസത്തിന് ഇവൻ എവിടെയും പോട്ടെ. ഇവനെ ഇതിനകം തന്നെ ഇവന്റെ 10 തലമുറയ്ക്കുള്ള, ഇവന്റെ 100 തലമുറയ്ക്കുള്ള ഇവൻ കട്ടുമുടിച്ചുണ്ടാക്കി, കമ്മീഷൻ പറ്റി മേടിച്ച് കോൺഗ്രസിനെ തൂക്കി വിറ്റ് ഇവൻ ഉണ്ടാക്കി. ഇവൻ ഇനി വനവാസത്തിനോ വിദേശ രാജ്യത്തോ പോയാൽ ഇവിടുത്തെ ജനങ്ങളല്ലേ ഇരുട്ടിലാകുന്നത്? അതല്ലേ പ്രശ്നം. ഇവൻ എവിടെയും പോട്ടെ, ഈ കള്ളപ്പന്നി എവിടെ പോയാൽ നമുക്ക് എന്താണ് സാറേ? രാഹുൽ പത്തിക്കടിച്ച ഒരു സർപ്പത്തിനെ പോലെ ഇപ്പൊ പതുങ്ങിയിരിക്കുന്നു. അവൻ എണിച്ചു വരും സാറേ. ഞങ്ങൾക്കറിയാം അവൻ എണിച്ചു വരും, അവൻ വന്നേ പറ്റൂ. അവനിക്കായിട്ട് ഞങ്ങൾ ഇപ്പുറത്തുണ്ട്, മറുവശത്ത് ജനങ്ങളുണ്ട്. അതും പൊതുവെ ഈ വിഭാഗത്തിൽ നടക്കുന്ന സ്ത്രീകൾ പറഞ്ഞ സ്ത്രീകളുടെ സുരക്ഷ. ഇവൻ ആരാണ് സ്ത്രീകളുടെ സുരക്ഷ നോക്കാൻ? സ്വന്തം കൂടെ നിൽക്കുന്ന പാർട്ടിക്കാരനെ, ഒരു MLA സംരക്ഷിക്കും. പിണറായിനെ കണ്ടു പഠിക്കാൻ പറ സാറേ. ഈ നായിന്റെ മകനോട് പിണറായിനെ കണ്ടു പഠിക്കാൻ പറയും. പിണറായി പറയുമ്പോ അലർജി ആയിരുന്നു ഞങ്ങൾക്കൊക്കെ. ഇപ്പൊ പിണറായി പറയുമ്പോ ഇവനെ കല്ല് എത്രയോ മുന്നിലാണ് പിണറായി. എന്ത് തെമ്മാടിത്തരം ചെയ്തെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിവുണ്ട്. അതിനും കൂടെ കഴിവില്ലാത്ത ഇവന്റെ ഒരു ബാക്കിൽ കയ്യും കെട്ടി മറ്റേ ഒരു തരം ആക്കിയ ചിരിയും ചിരിച്ചിട്ട് ഇവൻ നിൽക്കണ. ഇവൻ ആരാണ് പൊന്നുമോൻ? അവൻ പറവൂരിൽ പല ക്ലർക്കിന്റെ പണിക്ക് പോട്ടെ. അവൻ നായിന്റെ മകൻ വനവാസത്തിന് പോണം സാർ. അവൻ പോണം വനവാസത്തില്. ഇവ എത്രയൊക്കെ കളിച്ചിട്ടുണ്ട് പറഞ്ഞ, രാഹുൽ മറുകണ്ഠം ചാടിയിട്ടുണ്ട് പറഞ്ഞ, സരിൻ ചാടിയ പോലെ ചാടിയിട്ടുണ്ട് പറഞ്ഞ, CPM-കാര് ഇരു കയ്യും നീട്ടിട്ട് അവനക്ക് അടുത്ത വർഷം നിയമസഭയിൽ സീറ്റ് കൊടുക്കും. ഇവൻ എന്നിട്ട് വലിച്ചു കീറും അവൻ. പക്ഷെ ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ച കാരണമാണ് രാഹുൽ ഇപ്പോഴും മാന്യതയോട് കൂടി നിൽക്കണം. എല്ലാന്ന് പറഞ്ഞല്ലോ, ഇവനെയൊക്കെ തണ്ടവാള കയറിയിട്ടുണ്ടാവും അവരെ. കാളപ്പന്നിന്റെ മനെ ഇറങ്ങി ആടെ നോക്കി പോകാൻ പറ സാറേ. ഇവൻ ആരാണ്? ഇവന്റെ വീട്ടിലെ കാര്യമാണ് കൂടെ അഴിഞ്ഞാടി കേക്ക് മുറിക്കാൻ നടക്കണ കള്ളപ്പന്നി. ഇവൻ വേണ്ട, ഇവൻ കോൺഗ്രസിൽ വേണ്ട. ഇവൻ ഇന്നലെ ഞങ്ങൾക്കൊക്കെ എന്താ പറയാനും കിട്ടില്ല സാറേ. ചിലപ്പോ അധികമായിട്ട് പോകുന്നവരുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോ ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയില്. അതാണ് സാർ ഇപ്പൊ അവനിക്ക് സംഭവിക്കാൻ പോണ്ടത് അതാണ്. മാർക്സിസ്റ്റുകാരും കൂടെ ഇവനിക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ആണും പെണ്ണും കെട്ടവൻ ശരിക്കും ഒരു ആണാണ് പറഞ്ഞ അന്തസ്സായിട്ട് കൂടെ നിൽക്കുന്നവരുടെ ശരിയും തെറ്റും മനസ്സിലാക്കി നിലപാടെടുക്കണം എന്ന് ഇവനിക്ക് ഇത്ര പ്രാക്ക് കേൾക്കില്ല. ഇത് അതിനും കഴിവില്ലാത്ത ആണും പെണ്ണും കേട്ടിട്ട് അവൻ മേലും എനിക്ക് നടക്കണ കള്ളപ്പോന്നിന്റെ മകൻ ഒരു പാവം നിരപരാധിയായി അവൻ സാറേ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ഞാൻ ആരെയും പ്രേമിക്കില്ല, ഞാൻ ഇനി ആരെയും വിവാഹം കഴിക്കില്ല, സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിയമസഭയിൽ പറ്റി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല രാഹുല്. ഉണ്ടോ? അവനൊരു മനുഷ്യനല്ലേ? അവൻ അവിവാഹിതനായ ഒരു പുരുഷനാണ്. അവനിക്ക് പ്രേമിക്കാം.
ഞാൻ ഇതൊന്നും ചെയ്യില്ല, അവന്റെ സത്യപ്രതിജ്ഞയൊന്നും ചെയ്തിട്ടില്ല. എന്താ ഇപ്പൊ അവനിക്ക് പ്രേമിച്ചൂടെ? ഇവനൊന്നും പ്രേമിച്ചിട്ടില്ലേ? നല്ലവനാകുന്ന കൊള്ളപ്പന്നി. സാറേ, ഇതിന്റെ ഉള്ളില് വലിയൊരു ഇവളായിട്ട് വലിയൊരു കളി സതീശനുണ്ട്, അത് ഉറപ്പാണ് സാറേ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമല്ല. ഇവൻ നിർത്തിയതാണ് ഇവളെ. അതാണ് ഇപ്പൊ ഇതിന്റെ ഉള്ളടക്കം. ഇപ്പൊ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഇനി ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ സതീശൻ തോൽപ്പിച്ചേ പറ്റൂ. ഇവൻ ഇനി മറ്റേ കയറാൻ പാടില്ല. ഇവനിക്ക് ഇനി ഒരു ഇത് വരാൻ പാടില്ല. രാഹുൽ കോൺഗ്രസിൽ കയറാത്ത പക്ഷം ഇനി ഞങ്ങൾ നിയമസഭയ്ക്ക് ഞങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യില്ല. ഒരു പട്ടിയും വേണ്ട. അവനിക്കായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു പട്ടി ഇനി കോൺഗ്രസിൽ കയറണ്ട. ഒരു പട്ടിയും കയറണ്ട. എല്ലാവന്മാർക്ക് സ്ഥാനോ വേണ്ടത്. അത് ഒരാളിനെ അടിച്ചമർത്തിയിട്ട് എല്ലാവരിനെ കാട്ടി സ്വന്തം കുടുംബത്തിനെയും കൂടിയിട്ട് ഇത്ര ഇതായിട്ട് കെയറിങ് ആയിട്ട് നോക്കാതെ അവൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ആ പാവം നിരപരാധിയായി ആ കുട്ടിനെ അല്ലേ, അവൻ എങ്ങനെയൊക്കെ അപമാനിക്കുമ്പോ ഞാനൊക്കെയാണ് വല്ല പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ വല്ല ട്രെയിനിന്റെ മുമ്പിൽ എപ്പോഴും ചാടി ചത്തിട്ടുണ്ടാവും സാറേ. എന്നിട്ട് പിടിച്ചു നിൽക്കില്ലേ രാഹുലെ, നീയാണ് ആൺകുട്ടി. പിന്നെ ഇവന്മാരൊക്കെ പറയണ്ടല്ലോ സാറേ, ഇവനിക്ക് മറ്റേ 60 90 ഒക്കെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ കേൾക്കണേ, ഈ 3 പാർട്ടിയിലെ ഇവനിക്കാണ് ലൈംഗിക ശേഷിയുള്ളൂ, ബാക്കി ആർക്കും ഇല്ല എന്നാ തോന്നുന്നത്. വേറെ ആർക്കും ഇല്ല. അത് കാരണം ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു രാഹുൽ തന്നെയാണ് ആൺകുട്ടി. എൻ്റെ പേര് വർഗീസ് എന്നാണ്. ഞാൻ ഹൈദരാബാദിലാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഒരു പാവപ്പെട്ടവനാണ്. പിന്നെ ഒരു കർഷകനാണ്, കൂലിവേലക്കാരനാണ്. ആദ്യം സാറിന് ഒരു ഹെൽപ്പ് ചെയ്യേണ്ടത് ഈ കോൺഗ്രസിനകത്തുള്ള ഈ തമ്മലടി നിർത്താനുള്ള ഒരു പരിഹാര മാർഗം നോക്കുക. വി.ഡി. സതീശിനെയും രമേശ് ചെന്നിത്തലയെയും നമ്മുടെ വേണുഗോപാലിനെയും അടിച്ച് പുറത്താക്കേണ്ട സമയങ്ങൾ എന്നേ കഴിഞ്ഞിരിക്കുകയാണ്. കാരണം യവന്മാർ ആണ് കോൺഗ്രസിനകത്തുള്ള ചിത്തിരിപ്പും ബഹളങ്ങളും ഉണ്ടാക്കുന്നത്. വി.ഡി. സതീശൻ പറഞ്ഞു, എൻ്റെ മകളെ പോലാണ് സ്നേഹിക്കുന്നത്. അവന് നാണമുണ്ടോ? അവന് ഒരു മകള് പ്രായമായുണ്ട്. ആ വേഷത്തിലാണോ ഈ റിനി എന്ന് പറയുന്ന ഒരു കൊച്ച്? ഏതെല്ലാം വേഷങ്ങളിലാണ് അവള് പോസ് ചെയ്യുന്നത്? അതൊരു കുടുംബത്തിൽ ഒരു മര്യാദയുള്ള ഇവൻ നായർ കുടുംബമാണോ, അതോ ഹിന്ദു കുടുംബമാണോ, മുസ്ലിം കുടുംബമാണോ, അതോ ക്രിസ്ത്യൻ കുടുംബമാണോ? ഏത് കുടുംബത്തിൽപ്പെട്ട ഒരു മകളെയാണ് ഇവൻ പ്രേമിക്കുന്നത്, സ്നേഹിക്കുന്നത്? അവന്റെ സ്വന്തം ഭാര്യയും മകളെയും അവന്റെ കുടുംബത്തിൽ അവൻ MLA ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നുണ്ടോ? അപ്പോൾ അവന് കാണിക്കുന്ന തെമ്മാടിത്തരത്തിനും എല്ലാത്തിനും കേരളം മൊത്തം ഇളകി വന്നാലും ശരി, കേരളം മൊത്തം അവന്റെ അപ്പന്റെ വകയാണോ? കോൺഗ്രസിന്റെ പാർട്ടിയാണോ? യവൻ പറയുന്ന പോലെ ജനങ്ങളെല്ലാം കഴുതകളാണോ? ഇവൻ എന്തോ ഉദ്ദേശിച്ച പുറപ്പാട്? വാർദ്ധക്യ സഹജമായിരിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യൻ, വാർദ്ധക്യ സഹജമായി ഈ ജനനേന്ദ്രിയം മൊത്തവും ഡൗൺ ആയ ഒരു മനുഷ്യനെ, സരിത എന്ന ഒരു പെണ്ണിനെ കൊണ്ട് എത്രയോ കോടികൾ കൊടുത്തും കൊണ്ട് ആ മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കിയ മിസ്റ്റർ പിണറായി വിജയന് അവന് നാണമുണ്ടോ? അവൻ ഉളുപ്പുണ്ടോ? അവന്റെ SFIക്കാരെ കൊണ്ട് ഈ കോലാഹലങ്ങൾ നടത്തിക്കാൻ? അവന്റെ കൂടിയിരിക്കുന്നത് P. ശശി, അവന്റെ പേരിൽ എന്താണ് ഉള്ളത്? ഗണേശൻ, അവനും ഞാനും ഒരു നാട്ടുകാരനാ. എനിക്കും അവനും ഒരേ ബൂത്തിലാ വോട്ട്. ബാക്കി പിന്നെ പറയാം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അവനിപ്പോ ഉളുപ്പുണ്ടോ? അങ്ങനെ എത്ര മന്ത്രിമാർ അവന്റെ മന്ത്രിസഭയിലിരിക്കുന്നു. ഇപ്പൊ വളർന്നു വന്ന ഒരു കൊച്ചു MLA, അവൻ പല ത്യാഗങ്ങളും അടികളും പോലീസിന്റെ അടിയുടെ ഭാഗത്തെല്ലാം അടികൊണ്ട ഭാഗമെല്ലാം അവന്റെ ശരീരത്തുണ്ട്. അങ്ങനെ വളർന്നു വന്ന ഒരുത്തനെ തകർത്ത് കോൺഗ്രസിനെ ഈ വരുന്ന ഇലക്ഷനെ നശിപ്പിക്കാമെന്ന് കണ്ടുകൊണ്ട് ഈ പെണ്ണിനെ കൂട്ടുപിടിച്ച് വി.ഡി. സതീശൻ കോടികൾ കൈക്കലാക്കി അവന്റെ മൂത്രം കുടിക്കുന്ന, അവനെ കൊണ്ട് ഇത് ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി മത്സരിക്കുന്ന വേണുഗോപാലും രമേശ് ചെന്നിത്തലയും യവന്മാരും 3 പേരും കൂടെ തമ്മിലടിക്കുക. ഒരു KPCC പ്രസിഡന്റ് ഉണ്ട്, അവനെ യാക്കോബായ പള്ളിയിൽ കപ്പിത്താനാക്കി പോകാൻ പറ. അവന് നട്ടലില്ല. ഇതുവരെ ഇരുന്ന G. സുധാകരനെ തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ ഒരു ന്യൂസിൽ ഞാൻ കണ്ടു, ഈ പയ്യനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കത്തില്ല. പാലക്കാട് മൊത്തം ഇന്ന് പറഞ്ഞവന്റെ അവന്റെ തന്തയുടെ വകയാ.
പാലക്കാട് ജനം ഈ സംവിധാനമുണ്ട്, നിയമമുണ്ട്. യവന്മാര് കാണിക്കുന്ന പോക്കർത്തരത്തിന് യവന്റെയൊക്കെ നേതാക്കന്മാര് തടയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിയമപാലകർ വേറെയുണ്ട്. പോലീസിനെ കൊണ്ട് ഊക്കിക്കാമെന്ന് വിചാരിച്ച നടക്കത്തില്ല. കോട്ടുണ്ട്. കോട്ടത്തിൽ നിന്ന് അനുവാദം വാങ്ങിച്ചുകൊണ്ടുവരും അവന്റെ കുണ്ടിക്കടിക്കാൻ. ആലോചിച്ച് പറയണം. ജനങ്ങളാൽ തെരഞ്ഞെടുത്താണ് ഇവനെയൊക്കെ മന്ത്രിയാക്കിയതും MLA ആക്കിയതും MP ആക്കിയതും. ഇവന്റെയൊക്കെ അപ്പന്റെയും തന്തയുടെയും അവന്റെ അച്ചിമാരുടെയും അവന്റെ അമ്മച്ചിമാരുടെയും അവന്റെ അച്ചാമ്മമാരുടെയും വോട്ട് കൊണ്ടല്ല MLA MP ആയത്. പറഞ്ഞു മനസ്സിലായോ? ഒരു നിരപരാധിയോ ഒരു കൊച്ചനെ അവന്റെ ജീവിതം തകർത്തതിന് നിയമമുണ്ട്. അവന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുവാണെങ്കിൽ അതിന് നല്ല ഒരു വക്കീലിനെ കൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. കപിൽ സിബലിനോട് പറഞ്ഞ് അവന്റെ വയസ്സ് മുതല് അവൻ റിട്ടയർ ആവുന്ന വയസ്സ് വരെയുള്ള ശമ്പളത്തിന്റെ സ്കെയിൽ വെച്ചും അവനെ മാനഹാനിപ്പെടുത്തിയതിനും അവന് 20 കോടി രൂപയ്ക്ക് അവന് ഇത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. 5 കോടി രൂപ സതീശനിലും 3 കോടി രൂപ ഈ റിനി എന്ന ഇക്ലി കൂട്ടുന്നവർക്കും. റിപ്പോർട്ട് ചാനൽ എന്ന മൊട്ടയെന്ന് പറയുന്നവൻ പോസ്കോ കേസിലായിരിക്കുന്ന പ്രതിയായിരിക്കുന്ന ഒരു പന്ന കഴിവരുടെ മോൻ, അവന് 2 കോടിയും പിന്നെ അവന്റെ അഭിചാരികയായ 2 എണ്ണം അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന അവൾക്ക് ഓരോ കോടിയും വെച്ച് പിഴ ഈടാക്കുവാൻ നിയമം ഉണ്ട്. അതിന് ഈ പയ്യൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാം. അവന് ഹിന്ദി അറിയില്ലേ? ഗാൻ മാർനെ കെ ലിയെ നഹീ ഹൈ, ഹിന്ദി സീഖ്നെ കാ. ചൂത്മാരി കേരള में നടത്തിയ കുണ എന്ന് ശബ്ദമുണ്ടായി. ഡൽഹി പോയി ബാത് करने के लिए उसका गान में दम होना, ताकत होना, दिमाग होना, कॉन्फिडेंस होना, കോൺസ്റ്റിറ്റ്യൂഷൻ होना. ഇവൻ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേത് ചെയ്യും മറ്റേയും. പിണറായി വിജയനും गान में दम है, हिंदी में बात कर, मेरे से मेरा नंबर दे दो, मेरे से बात करो करके बोलो उसको. പല സമരങ്ങളിലും നിരാഹാരം കിടന്നിട്ടുണ്ട്, അടി വാങ്ങിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോയി ഇരുന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയും VS അച്യുതാനനെയൊക്കെ ഏറ്റവും വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ യുവമാരുടെ തെമ്മാടിത്തരം കണ്ട് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് മാറി കോൺഗ്രസിലേക്ക് വന്നു. കോൺഗ്രസിനകത്ത് ഇതുപോലുള്ള പണലപ്പിടക്കം, കോൺഗ്രസിന്റെ മുലപ്പാൽ കുടിച്ച പന്ന കഴിവടി മക്കൾ കണ്ടില്ലേ? അവരുടെ മുലപ്പാൽ കുടിച്ചിട്ട് വയറ് വീർത്തപ്പം, ശരീരം ഭൂഷണിച്ചപ്പം അവർക്ക് കാലുവെച്ച് ഒരു പഞ്ചാരയുടെ കേസിൽ റിഷൈൻ ചെയ്ത ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലേ, ഇപ്പം കൂനി പിടിച്ചും കൊണ്ട് വീട്ടിലിരിക്കുന്ന അവന്റെ 2 മക്കള് ആന്റണി, മറ്റേ ആന്റണി എന്ന് പറഞ്ഞ് അവന്റെ ഭാര്യ പിന്നെ കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് അത് എന്റെ മോനെ BJP എടുക്കും. BJP का स्वभाव क्या है करके उनको क्या लबड़ा जानता है, उसको क्या जानता है उसको BJP. ഋഷിഭൂഷൺ എന്ന് പറയുന്ന ഇന്ത്യയുടെ പേര് ലോകം മൊത്തവും അറിയിച്ചു കൊടുത്ത 2 കുഞ്ഞുങ്ങളെ ബലാത്സംഗം റേപ്പ് ചെയ്ത് അവർക്ക് വേണ്ടി ഡൽഹിയിൽ നിരാഹാരം കിടന്ന് പോലീസുകാരുടെ മർദ്ദനമേറ്റു. ആ കുഞ്ഞുങ്ങൾ നിലവിളിച്ചു, അലറി വിളിച്ചിട്ട് പോലും ഒരു ഹെൽപ്പ് പോലും ചെയ്യാതെ അവനെ വീണ്ടും മന്ത്രിയാക്കി അവന്റെ മോഹന് പാർട്ടി ടിക്കറ്റ് കൊടുത്ത് വിജയിപ്പിച്ച BJP-കാരനോടാണോ ഇവന്റെ ഈ പ്രേമം? പിന്നെ കേരളത്തിൽ നിന്ന് ഒരു ജൂഡാസ് ക്രിസ്ത്യാനിയാന്നും പറഞ്ഞു കിടക്കുന്നു. പന്ന കഴിവരുടെ മോൻ TV ചാനലിനകത്ത് വന്നിരുന്ന് കണാകുണ അവന് उसका नाम क्या है करके पूछो, हिंदी में बात करने के लिए लिखने के लिए आता है पोसडी वाले को? नहीं आता है. ക്രിസ്ത്യാനിയാന്നും പറഞ്ഞു ക്രിസ്ത്യാനികളെ ഒന്നടങ്കം കൊന്നൊടുക്കുന്നു. नॉर्थ इंडिया ले उसको क्या लवड़ा जानता है? नॉर्थ इंडिया में क्या होता है करके, मणिपुर में क्या होता है करके क्या मालूम? हिमालय में क्रिश्चियन पुरोहितന്മാർ को മർദ്ദനമേറ്റു അടിച്ചു നഗ്നയാക്കി നടത്തിയത് उसको क्या मालूम? लवड़ा मालूम. ചണ്ഡീഗഡ് में കന്യാസ്ത്രീകളോട് കാണിച്ച ക്രൂരതയ്ക്ക് ഈ പോസഡിവാലയ്ക്ക് മൂക്കൊള്ളനെ के लिए ताकत है नहीं है. അവൻ കേന്ദ്രമന്ത്രിയാന്ന് പോലും. അവനെയൊക്കെ നടു റോഡിൽ പബ്ലിക് ജനം വസ്ത്രങ്ങൾ ഊരി അവനെ ചാട്ടവാർ കൊണ്ടടിക്കണം. അതുപോലുള്ള കാര്യങ്ങൾ പറയുവാൻ മനസാക്ഷി ഉള്ള കേരളത്തിലെ നല്ലവരായ
നല്ലവരായ ജനങ്ങൾ ഒന്നടങ്കം ഈ രാഹുൽ മാങ്കൂട്ടം അവൻ തെറ്റുകാരനാണെന്നെങ്കിൽ പൊലയാടി മോനെ ശിക്ഷിക്കണം. അതിനുള്ള തെളിവ് എവിടെ? ഒരു പെണ്ണ് വന്ന് കുണുങ്ങി നിന്ന് കബി ഉസ്ക പഴയ 55 വയസ്സുള്ള എൻ്റെ അമ്മച്ചി, എനിക്കിപ്പോ 76 വയസ്സുണ്ട്, അമ്മച്ചിയുടെ ബാഡി ഞാൻ കണ്ടിട്ട് അമ്മയുടെ ബാഡി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ബ്ലൗസ് അല്ല, ഒരു ബാഡി ഇട്ട് പോലെ ഒരു ഡ്രസ്സ് വിട്ടും കൊണ്ട് ചാനലുകാരുടെ പന്നപ്പിലേടിയന്മാരുടെ ചാനലുകൾ ഇവരെപ്പോഴുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ചാടി വീഴുകയാണ് അവിടെ വായിൽ നിന്നുള്ള വാക്കുകൾ പ്രദർശിപ്പിക്കാൻ. എന്നിട്ട് TV ചാനലിൽ വന്നിരുന്നിട്ട് അവിടെ റിപ്പോർട്ട് കൊടുക്കാൻ. ഇവക്കൊന്നും നാണമില്ല റിപ്പോർട്ടുകാരനെന്ന്. അവന്റെ കൂടെ അവന്റെ മുതലാളിയാര ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡും കള്ളനുമായ കടിക്കച്ചവടക്കാരൻ. അവൻ അവിടെ ഇരുന്നുകൊണ്ടാണ് ബാക്കിയുള്ളവരെ ഉപദേശിക്കുന്നത്. ഇതിനെല്ലാം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ ബുദ്ധിമാനാണ്, പക്ഷേ അല്പം കോൺഫിഡൻസ് കുറവാണ്. ഇല്ലെന്ന് ഇവനെ പോലുള്ളവനെ എല്ലാം ഈ പാർട്ടിയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ദൂരെ കളയേണ്ട എന്നേ കാര്യം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു. അവന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി ധൈര്യവും തൻ്റെ ഇടവുമുള്ള ഇന്ദിരയുടെ തൻ്റെ വല്യമ്മച്ചിയുടെ മാത്രം ധൈര്യവും തൻ്റെ ഇടവുമുള്ള ഒരു കൊച്ചാണ്. അതിനെ പോലുള്ളവരെ വളർത്തിയെടുത്ത് ഇവനെ പോലുള്ള മുതുക്കന്മാരെ 50 വയസ്സിനും മേപ്പോട്ടുള്ള എല്ലാ പലിയമാരെയും അടിച്ച് ദൂരെ കളയാൻ കോൺഗ്രസിന് എന്ന് കഴിയുമോ അന്ന് മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.